അപ്പം വെറുതെ ഇരുന്നും നമ്മുടെ പൈസയെ കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു പ്രൂഫാണ് ഈ കാണിക്കുന്നത്. ഇത് ഒന്നും ചെയ്യാതെ തന്നെ ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വഴി നമുക്ക് ഈ പ്രോഫിറ്റ് മൊത്തം കിട്ടുന്നത്. ഏകദേശം 11,000 റുപ്പീസാണ് ഇന്ന് ഒറ്റ ദിവസം നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടായേക്കുന്നത്. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ്, നമ്മുടെ പോർട്ട്ഫോളിയോ പ്രോഫിറ്റ് നോക്കുമ്പോൾ ഏകദേശം 1,46,000 ചെന്നേക്കുന്നത്. ഏകദേശം 22% ഇപ്പോൾ ചെന്നേക്കുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് വഴി. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ജൂലൈ 2023 നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 49,000 ഇൻവെസ്റ്റ് ചെയ്തു. ആ പൈസ ഇപ്പോൾ ഏകദേശം 79,000 റുപ്പീസിലാണ് കിടക്കുന്നത്. 30,000 പ്രോഫിറ്റ്. ഏകദേശം 61% ആണ് അതിൻ്റെ പ്രോഫിറ്റ്. രണ്ടാമത്തെ സ്റ്റോക്ക് നമ്മൾ ഓഗസ്റ്റിൽ നമ്മൾ സ്റ്റോക്ക് മേടിച്ചത് ഏകദേശം 70,000 അതിൻ്റെ പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ 1,22,000 51,000 റുപ്പീസാണ് അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് വന്നേക്കുന്നത്. ഏകദേശം 73%. മൂന്നാമത്തെ സ്റ്റോക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 52, ഇപ്പോൾ 44,000 കുറഞ്ഞാണ് നിൽക്കുന്നത്. അതിന് നമുക്ക് 15% ലോസിലാണ് കിടക്കുന്നത്. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ 68,000, ഇപ്പോൾ 69,000 ഉള്ളൂ. അത് ഒക്ടോബറിലും നവംബറിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത സ്റ്റോക്ക് നമ്മൾ വീണ്ടും വാങ്ങിച്ചിരുന്നു. ഡിസംബറിൽ നമ്മൾ ഈ സ്റ്റോക്ക് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ആവറേജ് പ്രൈസ് നിൽക്കുന്നത്. സ്റ്റിൽ നമുക്ക് 1,200 രൂപ പ്രോഫിറ്റ്, ഏകദേശം 1.8%. നവംബറിൽ മേടിച്ച സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം 66,000 ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഇപ്പോൾ 94,000 ഉണ്ട്. 27% പ്രോഫിറ്റ് ഉണ്ട് അതിന്. പിന്നെ നമ്മൾ ജാനുവരി മേടിച്ച സ്റ്റോക്കിന് ഏകദേശം നമ്മൾ ഏകദേശം 1,01,258 റുപ്പീസ് ഇട്ടു. ഇപ്പം 1,35,000 ഉണ്ട്. 34,000 പ്രോഫിറ്റ് ഉണ്ട്. അതിന് നമുക്ക് 33.68% പ്രോഫിറ്റ്. പിന്നെ ഫെബ്രുവരിയിൽ നമ്മൾ ഏകദേശം 1,00,000 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. അതിനകത്ത് നമുക്ക് 1.10 lakhs 9,458 റുപ്പീസ് പ്രോഫിറ്റ്. അതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ ഏകദേശം 9%. അപ്പം കഴിഞ്ഞ 9 മാസം കൊണ്ട് നമുക്ക് 70%, 61%, 41%, 33% ഒക്കെ കിട്ടിയ സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്നും ചെയ്തിട്ടല്ല. ഇത് മാർക്കറ്റിൽ ആ കമ്പനി വർക്ക് ചെയ്ത് ആ കമ്പനി നല്ല പ്രൊഡക്റ്റ് വിറ്റ് അവരെ സെയിൽ ചെയ്ത് അവരുണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ആ കമ്പനിയുടെ ഇപ്പം ഞാനും ആ കമ്പനിയുടെ ഓണറാണ് എന്ന് വെച്ചാൽ 0.000 സംതിങ് ഓണറാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഓൺ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. വളരെ സാവധാനമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു ഹറിബറിയും ഇല്ല. എല്ലാ ദിവസവും നോക്കേണ്ട ഒരു കാര്യമില്ല. ലെറ്റ് ദ മണി വർക്ക് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പൈസ വർക്ക് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഈ പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്നതും. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ അറിയണമെങ്കിൽ എൻ്റെ മെമ്പർഷിപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. 25 dirhams ആണ് പെർ മന്ത്. പക്ഷേ വെർത്താണ്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വളരെ സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. പെട്ടെന്ന് കയറി പോകുന്ന ഗ്രോത്ത് അല്ല. വളരെ സ്റ്റഡി ആയിട്ട് നിന്ന് അതിൻ്റെ കൺസോളിഡേറ്റ് ആയി വീണ്ടും അത് കയറി പക്ഷേ നമ്മുടെ ഒരിക്കലും 0 ആയി പോകുന്നത് മേൾട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 5,10,000 ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഇപ്പോൾ 6.56 lakhsോളം ഉണ്ട്. ഏകദേശം 1.46 lakh പ്രോഫിറ്റാണ്. അപ്പോൾ ഇത് ഞാൻ 10,000 പ്രോഫിറ്റ് മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. പലരും വീഡിയോയിൽ കമൻറ്റ് ചെയ്തായിരുന്നു ഇതൊന്നും ഒരിക്കലും സാധ്യമല്ലെന്നുള്ളത്. പക്ഷെ നമുക്കും മെല്ലെ മെല്ലെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള കഥയാണ് പറയുന്നത്. അപ്പം ഇപ്പോഴേ പലരും ആ 1 കോടി എന്നാൽ ഞാൻ 10 വർഷം കഴിഞ്ഞ് 2 കോടി തരാമെന്ന് പറഞ്ഞൊക്കെ വീഡിയോയ്ക്ക് കമൻറ്റൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് നല്ലൊരു അസറ്റ് ബിൽഡ് ഔട്ട് ചെയ്യാൻ ഇത് നല്ലതായിരിക്കും. മെമ്പർഷിപ്പ് ചാനലിലെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. യൂട്യൂബിലാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഞാൻ ജോയിൻ ചെയ്ത് ചെക്ക് ചെയ്യാം. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം പറയുന്നതാണ്. നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലാകാനും ഇങ്ങനെയും നമുക്കൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും അത് മനസ്സിലാക്കാനും പിന്നെ ഇതിനെക്കുറിച്ചൊരു അവയർനെസ്സും കൊടുക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഒരു ബൈയിങ് റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസർച്ച് നടത്തുക, അല്ലെങ്കിൽ നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസർ ചോദിക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.